എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് നല്ല സ്റ്റോക്കുകളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അർബൻ കമ്പനി എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. അർബൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന NSEയുടെ സ്റ്റോക്കാണ്. പുതിയതായിട്ട് ഇപ്പോൾ IPO ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്ക് തന്നെയാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 185 രൂപ 81 പൈസയാണ്. മാർക്കറ്റിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 3 ദിവസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതൊരു നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് 184 എന്ന് പറയുന്നത്. ഓക്കെ, മേ ബി മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് കയറുകയാണെങ്കിൽ പോലും ഇറ്റ്സ് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് JSW സിമെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 149 രൂപ 27 പൈസയാണ്. സോ ഇതും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് 2025 ഓഗസ്റ്റ് 14 തീയതി ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു. സോ ആ ഒരു ലിസ്റ്റിങ്ങിൽ ചെയ്ത സമയത്ത് ഉണ്ടായ ആ ഒരു പ്രൈസിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലുള്ള സ്റ്റോക്ക് തന്നെയാണ്. 149 എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് പ്രൈസ് തന്നെയാണ്. മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് കയറാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് JSW സിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ 4 അവർ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി ആ ഒരു ഒബിൻ്റെ ഉള്ളിൽ വന്ന് കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. സോ ഒരു എന്താ പറയുക, നല്ലൊരു രീതിയിൽ മാർക്കറ്റ് മൂവ് ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് JSW സിമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. സോ ഹോൾഡ് ചെയ്യുക. ഇതൊക്കെ ലോങ് ടൈമിൽ നല്ല സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന രീതിയിൽ വാങ്ങുന്നവർക്കാണെങ്കിൽ പോലും നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് യെസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്, ബാങ്കിങ് സെക്ടറിൻ്റെ. ഇത് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ വന്ന ഒരു സ്റ്റോക്കായിരുന്നു ഇത്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇത് നല്ലൊരു ബൈയിങ്ങിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 21 രൂപ എന്ന് പറയുന്നത് തിരിച്ച് ഒന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ പോലും നിങ്ങൾക്ക് അത് ആവറേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് നോക്കുന്ന സമയത്ത് ഓൾറെഡി മാർക്കറ്റ് ആ ഒരു എന്താ പറയുക സ്വീറ്റ് സ്പോട്ട് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ടാണ് കയറുന്നത്. സോ തിരിച്ച് മാർക്കറ്റ് വരികയാണെങ്കിൽ പോലും ഈ ഒരു 50% ലെവലിലേക്ക് മാർക്കറ്റ് മേ ബി വന്നിട്ട് കയറിയേക്കും. സോ ഇവിടെ നിന്ന് ബൈ ചെയ്യുന്നവർക്ക് ബൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആവറേജ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒരു എന്താ പറയുക ഒരു അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മന്ത്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് 3 മന്ത് ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ലാസ്റ്റത്തെ ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്തായാലും എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് പതിയെ മുകളിൽ കയറുന്നുണ്ട്. സോ ഇനി വരും മാസങ്ങളിൽ ഈ ഒരു സ്റ്റോക്ക് യെസ് ബാങ്ക് എന്ന് പറയുന്നത് ഒന്നും കൂടി മുകളിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, ഓൾറെഡി നല്ല രീതിയിൽ തന്നെ ഡൗൺ ആയി. ഈ ഒരു ഓൾ ടൈം ലോ അവിടെ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ ടേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് പതിയെ കയറുന്നുണ്ട്. ഓക്കെ, ലൈക്ക് സ്വിങ് ഹൈ സ്വിങ് ലോ സ്വിങ് ഹൈ സ്വിങ് ലോ എന്ന രീതിയിൽ കയറുന്നുണ്ട്. സോ യെസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുക. ഉറപ്പായിട്ടും മാർക്കറ്റ് ഇനിയും കയറാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു 3 സ്റ്റോക്കാണ് നമ്മൾ ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 2 മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേറെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുക, സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് ബോട്ട് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ആ ഒരു ടൈം എടുത്താണ്. പക്ഷേ അത് യൂസ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോൾ അതിൻ്റെ പുറകിലിരിക്കുന്നവർക്കാണെങ്കിലും നമ്മൾ ആ ഒരു ട്രേഡിംഗ് ബോട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രേഡിംഗ് എന്ന രീതിയിലേക്ക് കുറച്ച് അതിൻ്റെ പുറകിലിരുന്ന് നോക്കിയതാണ്. സോ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ റിട്ടേൺ ബേസ് നോക്കുന്ന സമയത്ത് വലിയൊരു ഗുഡ് എന്ന രീതിയിൽ പറയാനൊന്നുമില്ല. സോ അതിൻ്റെ പുറകിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് വെറുതെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയി കിട്ടുന്നു മാത്രം. ഹ്യൂജ് എമൗണ്ട് ഇട്ടാൽ മാത്രമേ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമുള്ളൂ. ഓക്കെ, ഇനീഷ്യലി വരുന്നവർക്കോ അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊന്നും ആ ഒരു ട്രേഡിംഗ് ബോട്ട് എന്ന രീതിയിലൊന്നും പോകുന്നതിൽ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ പുറകിൽ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി വരും മാസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരും ആഴ്ചകളിൽ നല്ല നല്ല സ്റ്റോക്കുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കുറച്ച് ഫോറക്സ് മാർക്കറ്റും കൂടി നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ട്രേഡ്സ് നമ്മളിപ്പോൾ ലൈവ് ട്രേഡ് കുറച്ച് എടുക്കുന്നുണ്ട്. സോ നമ്മൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിപ്പോൾ 24 hours നമ്മൾ ഫോറക്സ് ട്രേഡിങ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈവനിങ് ഒരു 7 o'clock ശേഷമുള്ള ട്രേഡിങ് മാത്രമേ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രേഡ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ലൈവ് ട്രേഡ്സ് എന്ന രീതിയിലേക്ക് നോക്കുന്നുണ്ട്. സോ ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ലൈവ് ട്രേഡ് എന്ന രീതിയിലേക്ക് പോകാനുള്ള ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരും കുറച്ച് എന്താ പറയുക മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ. സോ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് അവർ എന്താ പറയുക ഈ TTDKയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കുക, അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോൾ എച്ച്നെസ് എന്ന് പറയുന്ന ബ്രോക്കർ ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്ത ബ്രോക്കറായിരുന്നു എച്ച്നെസ് എന്ന് പറയുന്ന ബ്രോക്കർ. സോ അത് ഇപ്പോൾ മിനിമം ബാലൻസ് അല്ലെങ്കിൽ മിനിമം ഡെപ്പോസിറ്റ് $100 എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഞാൻ അതിൽ നിന്ന് മാറി ഇപ്പോൾ എന്താ പറയുക ഹോട്ട് ഫോറക്സ് എന്ന് പറയുന്ന ബ്രോക്കറാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി നല്ല രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. റിസ്ക് മാക്സിമം എങ്ങനെ കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള വീഡിയോസാണ് കുറച്ചും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല കണ്ടൻറ്റുമായിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് എത്താം. താങ്ക് യു.